ആകമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ചരിത്രവും വിശ്വാസസത്യങ്ങളും. തയ്യാറാക്കിയത് ഷെവലിയാർ കെയോ മാത്യു കോങ്കര. ചാപ്റ്റർ 1. ക്ലാസ് 6. വിശുദ്ധ സഭയുടെ ലക്ഷ്യമെന്താണ്? 4 ലക്ഷ്യങ്ങൾ ആണ് ഉള്ളത്. 1. ദൈവാരാധന അഥവാ ലിറ്റർജിക്കൽ. 2. സുവിശേഷ പ്രഘോഷണം അഥവാ മിഷനറി. 3. വിശ്വാസം പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക അഥവാ ഡോക്ട്രൈനൽ. 4. കൃപാമാർഗങ്ങളായ കൂദാശകൾ അനുഷ്ഠിക്കുക അഥവാ പാസ്റ്റോറൽ. 2004 പരിശുദ്ധ ഇഗ്നാത്തിയോസ് സാഖാ പാത്രിയർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് പുത്തൻകുരിശു പാത്രിയർക്ക സെന്ററിൽ വെച്ച് വിശുദ്ധ സഭയുടെ വിശ്വാസപരമായ കാര്യങ്ങളെ സംബന്ധിച്ചു നടത്തിയ ഒരു ക്ലാസിൽ ഇപ്രകാരം കൽപ്പിച്ചു. തന്റെ പാപത്തിനും മറ്റുള്ളവരുടെ പാപപരിഹാരത്തിനുമായി ദൈവമുൻപാകെ ബലിയർപ്പിക്കുക എന്നതാണ് ക്ലെർജിയുടെ അഥവാ ആത്മീയ പിതാക്കന്മാരുടെ പ്രധാന ചുമതലയെങ്കിൽ ലേറ്റിയായ അഥവാ സഭാമക്കളായ നിങ്ങൾക്കും ക്രിസ്തുവിന്റെ ശരീരവും മണവാട്ടിയുമാകുന്ന വിശുദ്ധ സഭയെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്. ഇല്ലെങ്കിൽ അന്ത്യനാളിൽ നീ എന്റെ സഭയ്ക്കുവേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടിവരും എന്ന്. ആകയാൽ വിശുദ്ധ സഭയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ജീവിക്കുന്നതിനു പകരം ആ സത്യവിശ്വാസം ഉപേക്ഷിക്കുകയും എന്തെങ്കിലും ജഡിക നേട്ടങ്ങൾക്കു വേണ്ടിയോ അജ്ഞത വഴിയോ വേദവിപരീതകളുടെ കൂടെയോ അത്തരം സഭയിലേക്കോ പ്രസ്ഥാനങ്ങളിലേക്കോ സഭാമക്കൾ ചെന്നു ചേർന്നാൽ അവർ ആ പ്രവൃത്തി കൊണ്ടുതന്നെ ദൈവത്തെ നിരസിക്കുകയാകും ചെയ്യുന്നത്. 1 തെസ്സലോനിക്കർ അധ്യായം 3 വാക്യം 7 നോക്കുക. എന്തെന്നാൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രേ. ആകയാൽ നിരസിക്കുന്നവൻ മനുഷ്യനെയല്ല തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നവനായ ദൈവത്തെയത്രേ നിരസിക്കുന്നത്. നമ്മളിൽ ഓരോരുത്തരും വിശുദ്ധ മാമോദീസായാൽ ക്രിസ്തുവിന്റെ രക്തമുള്ള വിശുദ്ധ മൂറോനാൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാണ്. പരിശുദ്ധാത്മമുദ്ര കുത്തപ്പെട്ട നാം ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഈ മണവാട്ടിയാകുന്ന തന്റെ സഭയെ തന്റെ രക്തം മറുവിലയായി നൽകി ക്രിസ്തു വിലയ്ക്കു വാങ്ങി വിശുദ്ധീകരിച്ചു. ക്രിസ്തുവാകട്ടെ ഞാൻ വേഗം വരും എന്ന വാഗ്ദത്തം നൽകി മണവാട്ടിക്ക് തന്റെ പിതാവിന്റെ സ്ഥലത്തു വാസ്തലം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. അതിനാൽ ഒരു മണവാട്ടി അതിവിശുദ്ധിയോടെ എപ്രകാരം തന്റെ മണവാളനെ കാത്തിരിക്കുന്നുവോ അപ്രകാരം തന്നെ സഭയാകുന്ന മണവാട്ടിയാകുന്ന നാം കളങ്കപ്പെടാതെ അഥവാ വേദവിപരീതികളുടെ ദേവാലയങ്ങളിലോ വഴികളിലോ ഉപദേശങ്ങളിലോ പെട്ട് വിശുദ്ധി നഷ്ടപ്പെടുത്തി കളങ്കിതയാകാതെ മണവാളനെ എതിരേൽക്കാൻ ഒരുങ്ങിയിരിക്കേണ്ടതാണ്. ക്രിസ്തു തന്റെ മണവാട്ടിയെ നിർമ്മലയും കറയില്ലാതെ വിശുദ്ധിയോടെ നിർത്തുവാൻ താൻ തന്നെ വിശുദ്ധ സഭയിൽ വിശുദ്ധ കൂദാശകൾ സ്ഥാപിച്ചത് അതിനുവേണ്ടിയാണ്. അതിനാൽ നാം എപ്പോഴും ആത്മവിശുദ്ധിയോടെ പ്രത്യാശയോടെ ഇരിക്കേണ്ടതാണ്. ഈ ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവ് തന്റെ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ തന്റെ വാഗ്ദത്തപ്രകാരം വരും. മണവാട്ടിയാകുന്ന തന്റെ സഭയെ തന്നോട് ചേർത്ത് തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുത്തുകയും ചെയ്യും. കൂടുതൽ അറിയുവാനായി എഫേസ്യ പുസ്തകം വായിക്കുന്നു. അധ്യായം 1 വാക്യം 21. എല്ലാ അർക്കാവോസർക്കും ശുൽത്തോനന്മാർക്കും ഹൈലന്മാർക്കും മോറാവോസോകൾക്കും മേലായും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനിരിക്കുന്നതിലും പേർ പറയപ്പെടുന്ന സകല നാമങ്ങൾക്കും മേലായും സ്വർഗ്ഗത്തിൽ തന്റെ വലതുഭാഗത്ത് തന്നെ ഇരുത്തുകയും. വാക്യം 22. സർവ്വവും തന്റെ കാൽ കീഴാക്കുകയും സകലത്തിന്മേലും ഉപരിയായിരിക്കുന്നവനായ തന്നെ സഭയ്ക്കു തലയായി നൽകുകയും ചെയ്തു. വാക്യം 23. സഭയാകട്ടെ തന്റെ ശരീരവും എല്ലാറ്റിലും എല്ലാറ്റിനെയും പൂർത്തീകരിക്കുന്നവന്റെ പൂർണ്ണതയുമാകുന്നു. ആകയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഭയുടെ മാമോദീസ ഏറ്റ ഓരോരുവനിലും വസിക്കുകയാൽ നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിന്റെ ആലയം പാപത്താൽ അശുദ്ധമാക്കാൻ പാടില്ല. അത് ആത്മമരണത്തിനിടയാക്കും. വിശുദ്ധ സഭയുടെ കൂദാശകളാൽ ശുദ്ധീകരിക്കപ്പെടുന്ന നാം വിശുദ്ധരാകുന്നു. നൽകപ്പെട്ട നൽവരങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നവരെക്കുറിച്ച് എന്താണ് പറയുന്നത്? നായ ഛർദിയിലേക്കും കുളിച്ച പന്നി ചെളിയിലേക്കും തിരിയുന്നതുപോലെ എന്ന് 2 പത്രോസ് അധ്യായം 2 വാക്യം 22 പറയുന്നു. 1. എല്ലാ സൃഷ്ടിയും ദൈവത്തെ ആരാധിക്കേണ്ടിയിരിക്കുന്നു. സമൂഹമായി മനുഷ്യൻ ദൈവത്തെ ആരാധിക്കേണ്ടതാകുന്നു. സമൂഹാരാധനയുടെ പൂർണ്ണത വിശുദ്ധ കുർബാനയിലാണ്. സഭയുടെ ഒന്നാമത്തെ ചുമതല സർവരെയും സത്യമായ ദൈവാരാധനയിലേക്ക് വരുത്തുകയാണ്. വെളിപാട് അധ്യായം 4 വാക്യം 10 നോക്കുക. 2. ദൈവത്തെ അറിഞ്ഞു വേണം ആരാധിക്കുവാൻ. അതിനാൽ വിശുദ്ധ സഭയുടെ രണ്ടാമത്തെ കർത്തവ്യം നമ്മുടെ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് സർവർക്കും വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുക എന്നതാണ്. ഇവയെല്ലാം വിശുദ്ധ മത്തായി അധ്യായം 28 വാക്യം 19 വിശുദ്ധ ലൂക്കോസ് അധ്യായം 24 വാക്യം 47 അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 1 വാക്യം 8 നമുക്ക് കാണുവാൻ സാധിക്കും.
3. സുവിശേഷം സ്വീകരിച്ച വ്യക്തി എന്തെല്ലാം ചെയ്യണം എന്ന് അവനെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്ത് ഉപേക്ഷിക്കണം, എന്ത് വിശ്വസിക്കണം, എന്തു ചെയ്യണം എന്നിവ അവനെ ഗ്രഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ സഭയുടെ മൂന്നാമത്തെ ചുമതല വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അവ വേദവിപരീതികളാൽ നശിപ്പിക്കപ്പെടാതെ സംരക്ഷിക്കുകയും ചെയ്യുകയെന്നതാണ്. 4. സുവിശേഷം സ്വീകരിച്ച് വിശ്വാസം പഠിച്ചുവരുന്നവർക്ക് കൃപ ആവശ്യമത്രേ. കൃപ വിശുദ്ധ കൂദാശകൾ വഴി ലഭിക്കുന്നതിനാൽ കൃപാമാർഗങ്ങളായ കൂദാശകൾ അനുഷ്ഠിക്കുക എന്നതാണ് വിശുദ്ധ സഭയുടെ നാലാമത്തെ ഉദ്ദേശം. ദൈവകൃപയാൽ ഈ വിഷയത്തിലുള്ള തുടർന്നുള്ള ക്ലാസുകൾ അടുത്ത ദിവസങ്ങളിൽ എടുക്കുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് കൗൺസിൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലേർട്ട് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ നിങ്ങളെയെല്ലാം കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.